മുസ്ലിങ്ങൾ എന്നുള്ളത് ഇന്ത്യയുടെ മൂന്ന് ആഭ്യന്തര ശത്രുക്കളിൽ ഒന്നാമത്തേതാണ് എന്നത് അടിസ്ഥാന വിചാരധാരയായി സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ്. മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നെങ്ങനെയാണ് ഇദ്ദേഹത്തിന് മനസ്സിലാവുക? അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. ഇദ്ദേഹത്തിനല്ല, ആർക്കും മനസ്സിലാവില്ല ആരാണ് വോട്ട് ചെയ്യുന്നത്, ആരാണ് വോട്ട് ചെയ്യാത്തത്. അപ്പോൾ ഒരു മുസ്ലിമും വോട്ട് ചെയ്യുന്നില്ല എന്നാണോ ഉദ്ദേശിക്കുന്നുണ്ടാവുക? അല്ലെങ്കിൽ കുറച്ച് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്ര പെർസെൻറ്റേജ് മുസ്ലിങ്ങൾ വോട്ട് ചെയ്താലേ ഞങ്ങളൊരാളെ മന്ത്രിയാക്കൂ എന്നാണ്. എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡം? എന്താണ്? ഇപ്പോൾ ഹിന്ദുക്കളായ ധാരാളം മന്ത്രിമാരുണ്ടല്ലോ. മുഴുവൻ ഹിന്ദുക്കളും വോട്ട് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. മുഴുവൻ ഹിന്ദുക്കളും വോട്ട് ചെയ്യാൻ യാതൊരു വഴിയില്ലല്ലോ. കുറച്ചധികം ഹിന്ദുക്കൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആളുകൾ വോട്ട് ചെയ്താലാണ് ഒരാളെ മന്ത്രിയാക്കുക? ഇങ്ങനത്തെ കുറേ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. ഇനി മുസ്ലിങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞങ്ങളവരെ മത്സരിപ്പിക്കുന്നില്ല, മന്ത്രിയാക്കുന്നില്ല എന്നാണ് ഒരു മുസ്ലിം ദേശീയ പ്രസിഡൻറ്റിനെ വൈസ് പ്രസിഡൻറ്റിനെ വെച്ച് എന്തിനാണ്? അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. ഇദ്ദേഹത്തിന് അബ്ദുള്ളക്കുട്ടി എന്ന് പറയുന്ന ഒരാൾ ദേശീയ വൈസ് പ്രസിഡൻ്റ് ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. എന്താ അതിൻ്റെ ആവശ്യം? ലോജിക്കലി ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സംഗതിയാണ് ഇദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിലടിസ്ഥാനം ഇതാണ്. എല്ലാവർക്കും അറിയാം, മുസ്ലിങ്ങൾ എന്നുള്ളത് ഇന്ത്യയുടെ മൂന്ന് ആഭ്യന്തര ശത്രുക്കളിൽ ഒന്നാമത്തേതാണ് എന്നത് അടിസ്ഥാന വിചാരധാരയായി സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ഒരു സമീപനം സ്വീകരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോക്കൂ, ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം 20 കോടി മുസ്ലിങ്ങൾ ഇവിടെ വസിക്കുന്നു എന്നാണ് ധാരണ. കൃത്യമായി നമുക്ക് സെൻസസ് ഡാറ്റ അവൈലബിൾ അല്ല. ലോകത്ത് ഏറ്റവും അധികം മുസ്ലിങ്ങൾ ജീവിക്കുന്ന 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പം അങ്ങനെ ഒരു രാജ്യത്ത് 20 കോടി മനുഷ്യരുള്ള 15% ആളുകളുള്ള ഒരു സമൂഹം, ആ സമൂഹത്തിൽ നിന്ന് ഒരു പ്രതിനിധി പോലും നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടില്ല എന്നുള്ളത്, അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട. നമ്മൾ ലോകത്തിന് മുമ്പിൽ നമ്മളെ ഷോക്കേസ് ചെയ്യുന്ന എന്താണ്? ബഹുസ്വര രാജ്യം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. BJP തന്നെ മുമ്പോട്ട് വെക്കുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ്, സബ്കാ സാത്ത്, ആ മുദ്രാവാക്യത്തോട് അത് ചെയ്യുന്ന നീതി എന്താണ്? ഇങ്ങനൊരു പ്രശ്നമില്ലേ?